ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതിന്റെ ധ്വജാരോഹണ ചടങ്ങുകളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തിയിട്ടുണ്ട്. RSS മേധാവി മോഹൻ ഭഗവതും ചടങ്ങിൽ പങ്കെടുക്കുന്നു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പതാക ഉയർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അദ്ദേഹത്തിനോടൊപ്പം RSS മേധാവി മോഹൻ ഭഗവതും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ കനത്ത സുരക്ഷയാണ് അയോധ്യയിലും പരിസരത്തുമായി ഒരുക്കിയിരിക്കുന്നത്. സജു തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സജു, പതാക ഉയർത്തി കഴിഞ്ഞോ? ഇനി എന്താണ് മോദിയുടെ പരിപാടികൾ? ഹരിജി, അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS മേധാവി മോഹൻ ഭാഗവതും ചേർന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായതിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിച്ചത്. 7000-ഓളം ജനങ്ങൾ, വിശ്വാസികളാണ് അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പതാക ഉയർത്തൽ കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതോടൊപ്പം തന്നെ RSS മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർ അയോധ്യ ക്ഷേത്രാങ്കണത്തിലൂടെ അതായത് ഈ വേദിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവർ ഉടൻ തന്നെ ഈ ജനങ്ങളോട് സംസാരിക്കും. പ്രധാനമായിട്ടും 5 വർഷവും 3 മാസവും എടുത്താണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായത്. രാവിലെ 9 മണിക്ക് അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി വിവിധ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിനു ശേഷം റോഡ് ഷോയും കഴിഞ്ഞതിനു ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ക്ഷേത്രത്തിലെത്തി പൂജകളൊക്കെയും കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം ഈ പതാക ഉയർത്തൽ ചടങ്ങിനായി എത്തിയിരിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയാണ് ഇപ്പോൾ അയോധ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിലെ സ്ഫോടനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ അയോധ്യ അടക്കമുള്ള മേഖലകൾ കനത്ത സുരക്ഷയാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതോടൊപ്പം തന്നെ RSS മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ വിവിധ മഠാധിപന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ ചടങ്ങിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. രാംലല്ല വിഗ്രഹത്തെ തൊഴുതിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങുകൾക്കായി എത്തിയിരിക്കുന്നത്. എന്തായാലും രാമക്ഷേത്ര നിർമ്മാണം BJPയുടെ വലിയ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയായിരുന്നു. 2020 പണി ആരംഭിച്ച അല്ലെങ്കിൽ തറക്കല്ലിട്ട രാമക്ഷേത്ര നിർമ്മാണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. എന്തായാലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ മണ്ഡലത്തിൽ പോലും BJPക്ക് വിജയിക്കാനാവാത്തതിൽ തന്നെ വലിയ രാഷ്ട്രീയ രഹസ്യങ്ങൾ BJPക്ക് ഈ ഉത്തർപ്രദേശിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ BJPക്കും RSSനും ഇടയിലുണ്ടായത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറ്റിവെച്ചുകൊണ്ടാണ് RSS മേധാവി മോഹൻ ഭാഗവതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഒരേ വേദിയിൽ വന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. അല്പസമയത്തിന് ശേഷം പ്രധാനമന്ത്രിയും അവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. അതിനുവേണ്ടിയുള്ള ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരതി, സജു തോമസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് അയോധ്യയിലും പരിസരത്തുമായി ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് സജു തോമസ് ആണ്.